തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ കരാർ തൊഴിലാളി ജോയ് മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കോർപ്പറേഷൻ മതിൽ പ്രവർത്തകർ ചാടിക്കടന്നു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ പ്രകോപന മുദ്രാവാക്യവും മുഴക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ് VS ചേരുന്നു. അനുരാഗ്, ജോയിയുടെ വിഷയത്തിൽ തലസ്ഥാനം സമര കലുഷിതമാകുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഇന്ന് എന്തൊക്കെ സമരങ്ങളാണ് ഈ വിഷയത്തിൽ തലസ്ഥാനത്ത് നടന്നത്? ലക്ഷ്മി, രാവിലെ തന്നെ BJP കൗൺസിലർമാർ നഗരസഭയിൽ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മേയറുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടാണ് ഈ സമരം തുടങ്ങിയത്. അത് എന്തായാലും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മേയർ ഇതുവരെയും ഓഫീസിൽ എത്തിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് പ്രതിഷേധം കുറച്ചുകൂടി കനപ്പിക്കാനാണ് BJP കൗൺസിലർമാർ തീരുമാനിച്ചിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് ആദ്യം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കോർപ്പറേഷൻ മതിൽ ചാടിക്കടന്നുകൊണ്ട് പ്രതിഷേധവുമായി എത്തി. ഓഫീസിലേക്ക് കയറാനാണ് അവർ ശ്രമിച്ചത്. പോലീസ് ഇടപെട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം. പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി എത്തി. അത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. ആ ഘട്ടത്തിൽ ജലപീരങ്കി നിരവധി തവണ പ്രയോഗിച്ച് പോലീസ് പ്രതിരോധം തീർത്തു. ആ സമയത്താണ് ഒരു കൂട്ടം പ്രവർത്തകർ ഈ കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടന്നുകൊണ്ട് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ കോർപ്പറേഷനകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. ആ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പിന്നാലെയാണ് ബാരിക്കേഡിന് മുന്നിൽ തമ്പടിച്ചിരുന്ന പ്രവർത്തകർ ഇവിടെ നിന്നും കോർപ്പറേഷന്റെ പുറകുവശത്തുള്ള ഗേറ്റ് വഴി അകത്തേക്ക് കയറി പ്രതിഷേധിക്കാനുള്ള ശ്രമം നടത്തിയത്. ആ സമയത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഒക്കെ ഉണ്ടായി. പോലീസ് ഇവരോട് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ആ നിർദ്ദേശം ഇവർ കൈക്കൊണ്ടില്ല. ആ സമയത്താണ് പോലീസ് ലാത്തിചാർജിലേക്ക് കടക്കേണ്ടി വന്നു. അങ്ങനെ പ്രവർത്തകരെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നാലെ പ്രവർത്തകർ സമരമായി തന്നെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പോവുകയും അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ സമരം ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, താൽക്കാലികമായി ഇന്ന് അവസാനിപ്പിക്കുന്നു. പക്ഷേ റെയിൽവേയുടെ മുകളിൽ പഴിചാരിക്കൊണ്ട് കോർപ്പറേഷന് രക്ഷപ്പെടാനാകില്ല, മേയർ രാജിവെക്കുക തന്നെ ചെയ്യണം. ഇനിയൊരു അപകടം ഇത്തരത്തിൽ തലസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ട് താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ സമാന്തരമായി ഇപ്പോൾ DYFI റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. അത് ജോയിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം റെയിൽവേ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് DYFI പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. അതിനൊപ്പം ഈ മരണത്തിന് ഉത്തരവാദി റെയിൽവേ ആണെന്നാണ് ഭരണപക്ഷത്തെ യുവജന സംഘടന ആരോപിക്കുന്നത്. അതിനൊപ്പം പ്രതിപക്ഷത്തെ യുവജന സംഘടന ആരോപിക്കുന്നു നഗരസഭയും മേയറുമാണ് ഇതിന് ഉത്തരവാദിയെന്ന്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ജോയിയുടെ മരണം അതിൽ ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ല ആകെ എന്തായാലും കലുഷിതമാകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. നഗരസഭയ്ക്ക് മുന്നിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നഗരസഭ യുദ്ധക്കളമായി മാറുന്ന കാഴ്ച ഉണ്ടായത്. എന്തായാലും ഈ രണ്ട് സമരങ്ങളും ഈ DYFIയുടേതായാലും യൂത്ത് കോൺഗ്രസിന്റേതായാലും താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഇനി മുന്നോട്ട് കൂടുതൽ സമര പരമ്പരയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് രണ്ട് യുവജന സംഘടനകളും അറിയിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇനി നടക്കാൻ പോകുന്നത് BJPയുടെ കൗൺസിലർമാർ ഇപ്പോഴും നഗരസഭയ്ക്കുള്ളിൽ പ്രതിഷേധവുമായി ഉണ്ട്. മേയർ എത്തുന്ന സമയത്ത് പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് BJP കൗൺസിലർമാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആ സമരത്തിന് കൂടി ഇനി നഗരസഭ സാക്ഷിയാവുകയും ചെയ്യും. ജോയിയുടെ മരണത്തിൽ വലിയ പ്രതിഷേധ സമരങ്ങൾക്കാണ് തിരുവനന്തപുരം നഗരം ഇപ്പോൾ സാക്ഷിയാകുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനുരാഗ് VS.